പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 6-ാം തിരുവചനമാണ്. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. വിലയേറിയ മുത്തുകളും രത്നങ്ങളും നമ്മൾ വലിയ ശ്രദ്ധയോടെയാണ് ഉപയോഗിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. എന്നാൽ അതിൻ്റെ വില അറിയാത്തവർ അത് നശിപ്പിക്കുകയോ എറിഞ്ഞ് കളയുകയോ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുകയോ ചെയ്യും. സ്വർഗരാജ്യത്തിൻ്റെ പ്രബോധനങ്ങൾ ഈ അമൂല്യമായ മുത്തുകൾ പോലെയാണ്. അമൂല്യമായ ഈ സ്വർഗീയ രഹസ്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ് നാം സ്വർഗീയ രഹസ്യങ്ങളെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ സ്വർഗീയ രഹസ്യങ്ങളോ വചനത്തിൻ്റെ അർത്ഥങ്ങളോ ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല. ഈ അറിവ് യഥാർത്ഥമായ ഒരു സ്വർഗീയ സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കും. നാം ആ സന്തോഷത്തെ സ്വന്തമാക്കുമ്പോൾ ഈ അമൂല്യ നിധികളെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കണം എന്നൊരു ചിന്ത പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. അത് കൈകാര്യം ചെയ്യുമ്പോൾ നാം വളരെയേറെ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്കും വില കൂടിയ രത്നത്തിനും വലിയ എല്ലാത്തരം മത്സ്യങ്ങളെയും പിടിക്കുന്ന വലയ്ക്കും തുല്യമാണെന്ന് തിരുവചനം പറയുന്നുണ്ട്. അവ കണ്ടെത്തുന്നവർ എല്ലാം അവരുടെ സ്വന്തമായതെല്ലാം അവർ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വിറ്റ് ഈ നിധി സമ്പാദിച്ചെടുക്കും എന്നാണ് തിരുവചനം സൂചിപ്പിക്കുന്നത്. നാം ഈ അമൂല്യ നിധികളെ മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ വിവേകത്തോടെ വേണം കൈകാര്യം ചെയ്യാൻ എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതെല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല സ്വീകരിക്കുന്നത്. പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലാത്തവർക്ക് സ്വർഗീയ രഹസ്യങ്ങളാകുന്ന നിധിയുടെ വില മനസ്സിലാക്കാനോ വേണ്ട വിധം ഉപയോഗിക്കുവാനോ സാധിക്കുകയില്ല. പന്നികൾ എന്ന് ഈ ഉപമയിലൂടെ യേശുനാഥൻ സൂചിപ്പിക്കുന്നത് ഇത്തരം മനുഷ്യരെയാണ്. നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും തിന്മയെ ഉപേക്ഷിക്കാതെ തിന്മയുടെ വഴിയിലൂടെ നടക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ആ തിന്മയുടെ പാതയിലൂടെ ചരിക്കുന്നവർ സുവിശേഷത്തെ ഗ്രഹിക്കുവാനോ അംഗീകരിക്കുവാനോ തയ്യാറാവുകയില്ല. റോമ 1:16 പൗലോസ്ലീഹ പറയുന്നു, വിശ്വസിക്കുന്നവന് സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. റോമ 10:15 പറയുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. 2 കൊരിന്ത്യർ 4:3-4 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നത് നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപം ആയ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഈ ലോകത്തിൻ്റെ ദേവൻ തിന്മയുടെ ശക്തിയായ പിശാചാണ്. അവൻ മനുഷ്യരെ നശിപ്പിക്കുവാനായി ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ വചനങ്ങളിൽ നിന്നും അകറ്റിക്കൊണ്ടുപോവുകയാണ് സാത്താൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നാം സാത്താൻ്റെ കെണിയിൽപ്പെട്ടു പോകുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:29 യേശു പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്ന്. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണെന്ന് യോഹന്നാൻ 1:1 യോഹന്നാൻ 1:14 വ്യക്തമായി പറയുന്നുണ്ട്. ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവത്തോടു കൂടെ ആയിരുന്ന വചനം മാംസം ധരിച്ചതാണ് ഈശോനാഥൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്വർഗത്തിൽ നിന്ന് വന്ന് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ച്
തൻ്റെ സ്വർഗത്തിലേക്ക് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് കടന്നുപോയ യേശുനാഥൻ്റെ വചനം സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ സ്വർഗത്തിൻ്റെ നിധികൾ സ്വന്തമാക്കുവാനും എല്ലാവരുടെയും ഹൃദയങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.